കണ്ണൂർ ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗവും നടന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുതിർന്ന അംഗവും ഒന്നാം വാർഡ് പ്രതിനിധിയുമായ ഇമ്മാനുവൽ മാപ്പിളപ്പറമ്പിലിന് വരണാധികാരി പി ഷീനാകുമാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഇമ്മാനുവൽ മാപ്പിളപ്പറമ്പിൽ ബാക്കിയുള്ള 19 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗം ഇമ്മാനുവൽ മാപ്പിളപ്പറമ്പിൽ അധ്യക്ഷതയിൽ ചേർന്നു. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന അംഗം അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിക്ക് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ബാക്കിയുള്ള 17 അംഗങ്ങൾക്ക് ജോസഫ് പുത്തോലിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയുടെ അധ്യക്ഷതയിൽ പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗവും നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പഞ്ചായത്ത് ഹാളിൽ നടന്നു. വരണാധികാരി എം സുനിൽകുമാർ, മുതിർന്ന അംഗം സി രവീന്ദ്രന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുഴുവൻ അംഗങ്ങൾക്കും സി രവീന്ദ്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 27 നടക്കും. മാടായി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ആദ്യം വരണാധികാരി മണി, മുതിർന്ന അംഗം ഹംസക്കുട്ടിക്കും തുടർന്ന് ഹംസക്കുട്ടി മറ്റ് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കൈക്കാരൻ, പി വി ധനലക്ഷ്മി, എം പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കടമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു. മുതിർന്ന അംഗമായ പി കെ ദിനേശ് ബാബുവിനാണ് റിട്ടേണിംഗ് ഓഫീസർ ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് മറ്റംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇ കെ അശോകൻ, സനൽ കാടാച്ചിറ എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.